നല്ല ചൂട് ആനപ്പിണ്ടൊക്കെ എടുക്കണ വഴിയാണ് കേട്ടോ എൻ്റെ മോനെ. ഹലോ, നിതിൻ രാജാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടാ. യാത്ര എവിടേക്കാന്നുള്ളതൊക്കെ നമ്മള് വഴിയെ കാണിക്കാട്ടാ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക കേട്ടോ. കമന്റിനുള്ള റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ ട്രാവലറിലാണ് കേട്ടോ നമ്മളിത് ടൂർ പോകാൻ പോകുന്നത്. ആപ്പിൾസ് ഹോളിഡേയ്സിലാണ് നമ്മൾ പോണത്. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ട്രിപ്പ് പോണത്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങായിട്ടാണ്. ഡാൻസ് കുത്തൊക്കെ നമ്മുടെ തുടങ്ങി. ലൈറ്റൊക്കെ ഇട്ടിട്ട് എല്ലാവരും നല്ല ആക്റ്റീവായി. നമ്മൾ ടൂർ പോണത് തന്നെ മെയിൻ കാരണം നമ്മൾ ഇതേപോലെ മതിവർത്ത ഡാൻസ് കളിക്കാനാണ്. ഇവിടെ ആരും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോക്കാറില്ല. എല്ലാവരും ഇവിടെ അടിച്ച് മുറുക്കല്ലേ. അങ്ങനെ നമ്മുടെ വണ്ടി ഇതേ NH കയറിയിട്ട് അതേ നോക്കിയ കാലത്ത് NH കൂടെ പോകാനുള്ള ഫീല് വേറെയാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ എല്ലാവരുടെയും മെയിൻ ആശ്രയമായിട്ട് ശരവണഭവനിൽ നിന്ന് എല്ലാവരും ഫുഡ് കഴിച്ച് ഞങ്ങളിതേ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടാ. NH നമ്മൾ ഫോറസ്റ്റ് റേഞ്ച് ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ അതിരപ്പള്ളി റൂട്ടാണ് നമ്മളിതേ കണ്ടുകൊണ്ടിരിക്കണേ. അതിരപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടി അതിരപ്പള്ളിയിൽ ഇറങ്ങി. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. 3 വെള്ളച്ചാട്ടത്തിലും നന്നായി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വൈബ് എല്ലാവർക്കും പോയവർക്ക് അറിയാം. പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരണം. അതിരപ്പള്ളിയിൽ വേറൊരു വൈബാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര വന്നാലും നമുക്ക് മതിയാവില്ല. അങ്ങനെ അതിരപ്പള്ളി കണ്ടു കഴിഞ്ഞ് നമ്മുടെ യാത്രയെ തുടങ്ങായിട്ടാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചി റൂട്ടാണ്. വലക്കപ്പാറ വാൽപ്പാറ റൂട്ടാണ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ റൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. 2 സൈഡും കൊടും കാടാണ് കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിൽ പാറക്കെട്ടുകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു റൂട്ടാണിത്. നമ്മളിപ്പോൾ ട്രാവലറിലാണ് പോണേ. ശരിക്കും ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളി വൈബ് ഫീലാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ആനയൊക്കെ ചാടും. അപ്പോൾ നമ്മളിതേ കാഴ്ചകൾ കണ്ട് പോവുകയാണ്. നോക്കിയാൽ നല്ല അതിമനോഹരമായിട്ടുള്ള പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വഴിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വഴി നല്ല റോഡ് തന്നെയാണ്. പിന്നെ വീതിയുടെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ വിട്ടുപോകും. അത്തരത്തിലുള്ള വീതി തന്നെ ഉള്ളൂ. ബൈക്കിൽ പോകാനാണ് ഒന്നുകൂടി നന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ അതേ പൊള്ളാച്ചിയിലേക്കുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണത്. ഈ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് നമ്മൾ പെർമിറ്റ് എടുക്കണം. പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മുടെ വണ്ടി നമ്പറും ഫോൺ നമ്പറും കൊടുത്തിട്ട് നമ്മൾ അതേ വീണ്ടും യാത്ര തുടങ്ങായി. ഇവിടുന്ന് നമുക്കൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് കാണിക്കണം. അതായത് തമിഴ്നാട്. ഇനി അടുത്ത ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടും കേരളവുമായിട്ടുള്ള ബൗണ്ടറിയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ വണ്ടി ഇത് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ഇതേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. നോക്കിയാൽ നല്ല ചൂട് ആനപ്പിണ്ടാണ് കേട്ടോ. ആനകൾ ഇറങ്ങണ സ്ഥലമാണ്. 2 സൈഡും ഈറ്റക്കാടും പിന്നെ ഒരു ഡാമുണ്ട്. ഈ ഡാമുള്ള കാരണം ആനകൾ റോഡ് ക്രോസ് ചെയ്ത് ഈ ഡാമിലേക്ക് വെള്ളം കുടിക്കാൻ പോണ വഴിയാണെന്ന് എനിക്ക് തോന്നണേ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി പാല് വെള്ളത്തിൽ കിട്ടും. അത്രയ്ക്കും ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ ഉപദ്രവിക്കാണ്ട് എന്നാൽ മതി. അവരവരുടെ കാര്യം നോക്കി പൊക്കോളും. ബൈക്കിലൊക്കെ വരുമ്പോൾ കുറച്ച് പേടിയുണ്ടാവും. വലിയ വലിയ വണ്ടികളിൽ വരികയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ കാട് കഴിഞ്ഞ് നോക്കിയാൽ തേയിലത്തോട്ടത്തിലേക്ക് കടന്നോട്ടാ. നമ്മുടെ 2 സൈഡും തേയിലത്തോട്ടാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സൂപ്പർ റോഡ് കിട്ടാം. അപ്പോൾ നമ്മളിപ്പോൾ ഷോളയാർ ഡാമിൻ്റെ അവിടെ എത്താറായി. ഷോളയാർ ഡാം തൊട്ട് അങ്ങോട്ട് തമിഴ്നാട് ബൗണ്ടറിയാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ നമ്മുടെ വണ്ടി ഇത് 2 സൈഡിലും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽക്കൂടെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി നമ്പറും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഷോളയാർ ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഷോളയാർ ഡാമിൻ്റെ അവിടെ എത്തിക്കുകയാണ് കേട്ടോ. അതായത് അവിടെ ബാക്കിൽ കാണുന്നതാണ് ഷോളയാർ ഡാം. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡറിലാണ് നിൽക്കണേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ട്രാവലാണ്. നമ്മൾ കാറിലും ബസ്സിലൊക്കെ വരുന്നതിനെക്കാട്ടും നല്ലത് ബൈക്കിൽ വരുമ്പോൾ ഒന്നുകൂടി വൈഭവമെന്നാണ് എനിക്ക് തോന്നണേ. അതുപോലെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക കാടിന് നടക്കിയോടുള്ളൊരു യാത്രയാണ് കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാൽപ്പാറ, ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ കേരളം. ഈ വഴി നമുക്കിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പൊള്ളാച്ചി വഴി ഇങ്ങനെ ഇറങ്ങി പോവാം.
ഇറങ്ങി കറങ്ങിയിട്ട് അപ്പുറത്തോടെ നമുക്ക് നമ്മുടെ കേരളത്തിൽ പാസ് ചെയ്യാം. അതേപോലെ നമ്മളെ വന്ന വഴി അതിരപ്പള്ളി തന്നെ അങ്ങനെയും ഇറങ്ങി പാസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു യാത്ര വൈബാണ് കേട്ടോ. അടിപൊളി ഒരു എന്താ പറയുക ട്രാവലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ബൈക്കിൽ വന്നാണെങ്കിൽ അടിപൊളിയാവും. തേയിലത്തോട്ടം കാടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇതേ കണ്ട നമ്മുടെ ബോർഡ് പൊള്ളാച്ചിക്ക് 80 കിലോമീറ്റർ, പാൽപ്പാറ 20 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ ബോർഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചിയാണ് കേട്ടോ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേരളം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയും നല്ല തരത്തിലുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റിനൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും നമ്മൾ തിരിച്ചു പോവാണ്, കഴിഞ്ഞ് നമ്മൾ ഇതുവരെയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. എന്തോ നോക്കടാ, ബൈ ബൈ.